ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. വമ്പൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ കുറച്ച് എപ്പിസോഡുകളാണ് ഈ വരാനായിട്ടുള്ളത്. എല്ലാവരും അത് കാണണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ റിവ്യൂ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് അതുപോലല്ലല്ലോ ഇതുപോലല്ലല്ലോ എന്ന്. തമിഴിലെയും തെലുങ്കിലെയും ഒക്കെ സീൻ വെച്ചിട്ടാണ് പറയുന്നത്. മലയാളത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിലും കഥ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കുറച്ചൊരു വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ നമ്മളിത് സ്വന്തമായിട്ട് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. തെലുങ്കിലെയും തമിഴിലെയും ഒക്കെ കണ്ടിട്ട് തന്നെ അത് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു അപകടം സംഭവിക്കുകയാണ് നമ്മുടെ ആദർശിന് കേട്ടോ. അതൊക്കെ തമിഴിലും തെലുങ്കിലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആദർശിൻ്റെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെടുകയും നയനയെ തന്നെ മറന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു അവസരം മുതലാക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജയുടെ മകൾ അവന്തിക. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യണേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നാൾ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ നൽകിക്കൊണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇനിയും തുടർന്ന് അതുണ്ടാവണേ. അങ്ങനെ അവന്തിക എത്തുകയാണ് കേട്ടോ. അവന്തിക അഭിയുടെ പെങ്ങളാണ്. അയർലൻഡിലേക്ക് പോയിരിക്കുകയാണ് അവന്തിക. ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ അവന്തികയെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവന്തികയെക്കുറിച്ചൊന്നും പറയാതിരിക്കുകയും പിന്നീട് അവന്തിക അയർലൻഡിൽ പഠിക്കാനായിട്ട് പോയിരിക്കുകയാണ്, ഇനി തിരിച്ചു വരാൻ പോകുന്നു എന്നും നമ്മുടെ പത്തനംമാറ്റി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക എത്തിക്കഴിയുമ്പോൾ തന്നെ അവന്തികയ്ക്ക് നേരത്തെ തന്നെ ആദർശിലൊരു കണ്ണൊക്കെ ഉണ്ടായിരുന്നു. ആദർശിനെ ഒന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ അവന്തികയ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ജലജയ്ക്കും അതിനോടൊക്കെ താല്പര്യമായിരുന്നു. കാരണം അത്രയും കൂടി സ്വത്ത് കൈ കിടക്കുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ. പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് കേട്ടോ ആദർശ് നവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്നതും അതിനുശേഷം ആകസ്മികമായിട്ട് നയനയെ വിവാഹം കഴിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ജലജയുടെ ആ പ്ലാനും അതുപോലെ അവന്തികയുടെ ഉള്ളിലെ ആ ഇഷ്ടവും ഒക്കെ അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. ജലജയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും അവന്തികയ്ക്ക് ആദർശിനെ വിവാഹം കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. തിരിച്ചു വരുമ്പോഴും അതിലേറെ ഇഷ്ടമായിട്ടാണ് കേട്ടോ അവന്തിക വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ആദർശിനെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചാൽ, നയനെ ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അനന്തപുരി തറവാട്ടിൻ്റെ ഭാഗവും അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ്. കോടികളുടെ സ്വത്തിൻ്റെ ഉടമയായ ആദർശിനെ വിവാഹം കഴിച്ചാൽ അത് മുഴുവൻ ജലജയുടെ മോൾക്ക് സ്വന്തമാവുമല്ലോ, എങ്ങനെയെങ്കിലും സ്വത്തും പണവും സ്വന്തമാക്കണം എന്നൊരു ചിന്തയിൽ ഭയങ്കരമായിട്ട് കുശാല ബുദ്ധിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അവർ. ജലജയും അഭിയും അവന്തികയും ഇതിനൊന്നും ഒട്ടും മോശമല്ല. അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെ അവന്തിക എത്തുന്നതിന് മുമ്പ് തന്നെ ആദർശ് ദുബായിലേക്ക് പോയിരിക്കുകയാണ്. ദുബായിൽ ചെന്ന് കഴിയുമ്പം അവിടെ ആദർശിനെ കാത്തിരിക്കുന്ന കുറേ അപകടങ്ങളാണ് കേട്ടോ. അവിടെയുള്ള ശത്രുപക്ഷക്കാർ അവിടെ ആദർശിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയാണ്. അബിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ, അയാളാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അബിയും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു കള്ളക്കേസിൽ ആദർശിനെ കുടുക്കി ജയിലിൽ അടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശ് ദുബായിൽ ജയിലിൽ കുറച്ച് നാൾ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം അനന്തപുരിയിൽ അറിയുമ്പോഴേക്കും അനന്തപുരിയിൽ നയനയും അതുപോലെ ദേവയാനിയൊക്കെ അങ്ങ് ആ പാടെ വിഷമിക്കുകയാണ്. നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറയാം, അമ്മേ ആദർശേട്ടൻ എന്താ സംഭവിച്ചത്, ആദർശേട്ടൻ എങ്ങനെയാണ് അവിടുത്തെ ജയിലിലായത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ദേവയാനി പറയാം, മോളെ എന്തോ ചതി അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിലും ദുബായിലെ ബ്രാഞ്ചിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനാണ് ആദർശ് പോയത്. പക്ഷേ അതിപ്പോൾ ഒരു ചതിയായി പോയല്ലോ. ആദർശിനെ തന്നെ വിടേണ്ടിയിരുന്നില്ല. ജയേട്ടനോ അജയനോ ആരെങ്കിലും കൂടെ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. ഇതിപ്പോൾ അവർ ചതിച്ച് ആദർശിനെ ദുബായിലെ ജയിലിൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പം നയനയും കരയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ, ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. യഥാർത്ഥ തെളിവുകളൊക്കെ നിരത്തി കഴിയുമ്പം ആദർശന് അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റും. അപ്പം നയന പറയാം, എന്നാലും അമ്മേ ആദർശൻ അവിടുത്തെ ജയിലിലൊക്കെ കിടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങളെന്നൊന്നും നമുക്കറിയില്ലല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അപ്പം മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി പറയാം, മോളെ നയനെ നീ ഇങ്ങനെ വിഷമിക്കാതെ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നീ ഇത്രയൊക്കെ അങ്ങ് വിഷമിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇതൊക്കെ എല്ലാ ബിസിനസ്സുകാർക്കും പറഞ്ഞിട്ടുള്ളതാണ്. പലരും ചതിച്ചാണ് പലതും നേടുന്നത്. നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. നീ കണ്ടതല്ലേ അന്ന് KN ജ്വല്ലറിയിലെ പരസ്യത്തിൽ നവ്യ അഭിനയിച്ചത്? എന്തുകൊണ്ടാണ് നവ്യയെ തന്നെ മോഡലായിട്ട് തിരഞ്ഞെടുത്തതെന്ന് മോക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എന്നാലും അവർ ദുബായിലും ആദർശേട്ടനെ ചതിച്ചല്ലോ,
അപ്പോൾ പറയാ അതൊക്കെ ഉണ്ടെന്നേ, നിന്റെ മുത്തശ്ശൻ്റെ കാലത്തും ഇങ്ങനെ പല പ്രതിസന്ധികൾ നേരിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആദർശ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട്, നയൻ്റെ മോളി സമയത്ത് ഇങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് അവിടെ ആളുകളൊക്കെ ഉണ്ടെന്നേ. ആദർശിനെ അവരൊരു ക്ലയൻറ്റിൻ്റെ പേരിൽ ചതിച്ച് ജയിലിലടച്ചാണ്. ആദർശ വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊരു തെറ്റാണ് അവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ തെളിവുകളെല്ലാം നിരത്തി ആദർശിനെ ഉടനെ തന്നെ പുറത്തെടുക്കും. അതിൻ്റെ നിയമപരമായ ചില വശങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മോൾ അത് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. അപ്പോൾ ജലജ അങ്ങോട്ട് വരും. എന്നിട്ട് ജലജ പറയാ, ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ. എൻ്റെ മോൻ അബി ജയിലിൽ കിടന്നപ്പം എല്ലാവരും കൂടി എന്തായിരുന്നു അബി ചെയ്ത കുറ്റത്തെ വലുതാക്കി കാണിച്ച് അവന് കിട്ടേണ്ടതാണെന്നും പറഞ്ഞ് എന്ത് തെറ്റാ എൻ്റെ മോൻ ചെയ്തത്. അവൻ നമ്മുടെ സ്വന്തം ജ്വല്ലറിയിൽ ചെറിയ ഒരു തിരിമറി നടത്തി കുറച്ച് പണം ഒന്ന് തട്ടിച്ചു. അതിന് കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കാനുള്ളതിന് അവനെ ജയിലിൽ കൊണ്ടിട്ട് തല്ലിച്ചതച്ചില്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ വരുമെന്ന്. ഏടത്തിയോടും ഞാൻ പറഞ്ഞില്ലേ, ഏടത്തിയുടെ മോനും എന്തെങ്കിലും ജയിലിൽ കിടക്കും. അന്ന് നിങ്ങൾക്ക് ഇതിന് വിഷമം മനസ്സിലാവും. ഇപ്പം ഏടത്തിക്കും നയനയ്ക്കും ഒക്കെ ചങ്ക് പൊട്ടുന്നില്ലേ. അതൊന്നും വെറുതെയല്ല, എൻ്റെ പ്രാക്ക. എൻ്റെ മോനെ വിഷമിപ്പിച്ചതിനുള്ള അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, ചെലജെ നിൻ്റെ മോനെക്കുറിച്ചുള്ള ഗുണവധികാരമൊന്നും ഇവിടെ വിളിച്ചു പോവാൻ നിൽക്കല്ലേ. എല്ലാവരും കൂടെ ഇവിടെ വാ തുറന്നാലുണ്ടല്ലോ, നീ നിൻ്റെ മോനും ഈ കുടുംബത്തിൻ്റെ പുറത്താകും. വെറുതെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന വഴിയൊന്നും വരുത്തി വെക്കല്ലേ എന്ന് പറയുക. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മുത്തശ്ശ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ആദർശേട്ടനെ പുറത്ത് കൊണ്ടുവരണ്ടേ. നാട്ടിലേക്ക് ആദർശേട്ടൻ വരാതെ എനിക്കൊരു സമാധാനവും ഇല്ല, എനിക്കൊന്നിനും പറ്റുന്നുമില്ല എന്ന് പറയുക. അപ്പം ദേവയാനി ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ ആദർശം ഉടനെ തന്നെ വരുമെന്നേ, അവൻ്റെ അവിടെ നിന്ന് ജയിലിൽ നിന്നൊക്കെ പോരും, മോളും കൂടി പോയി അവനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ ആദർശ് അവിടെ ജയിലിൽ കിടക്കുക. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ് അബിയും നവ്യയും കൂടെ സംസാരിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നന്നായി ആദർശേട്ടൻ അവിടെ ജയിലിൽ കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം അതുപോലത്തെ ചെയ്തല്ലേ അയാൾ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ചന്തുമോളുടെ കാര്യത്തിൽ ഇവിടെ ആർക്കും നീതി ന്യായമൊന്നും ഇല്ലെങ്കിലും കൊടുക്കാനുള്ളതൊക്കെ ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ ഇപ്പം അകത്ത് കിടക്കുന്നത്. അബി ഇവിടെ കിടന്നപ്പോഴേ ഞാൻ അവരുടെയൊക്കെ കാല് പിടിച്ച് പറഞ്ഞതാ അബിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ, അവനെ ഒരു ജയിൽ പുള്ളി ആക്കല്ലേ എന്ന്. അപ്പോൾ എല്ലാവരും എന്നെ പരിഹസിച്ചു. ഇപ്പം ആദർശനും അത് തന്നെ കിട്ടിയില്ലേ. ദുബായിലെ ജയിലിൽ അവൻ കിടക്കുന്നത്, തിരിച്ച് വന്നെന്ന് പറയാം. എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് പറയാം. അപ്പോഴേക്കും അബിയും പറയാം, നീ സന്തോഷിക്കാറൊന്നും ആയിട്ടില്ല, വേറെയും ചില കരുക്കളൊക്കെ അവർ നീക്കുന്നുണ്ട്. എന്നെ കൊടുക്കാൻ വേണ്ടി ഇവർ ഇനിയും പ്ലാനുകളൊക്കെ ചെയ്യും. അതുകൊണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്താലും നവ്യ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ. അപ്പം നവ്യ പറയാം, പിന്നെ തീർച്ചയായിട്ടും ഞാനാ എൻ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. എനിക്ക് ജീവിക്കണ്ടേ, പണത്തിന് ആവശ്യമുണ്ട്. നിനക്ക് 1 രൂപ പണം തരുന്നില്ലല്ലോ അവർ. പിന്നെ എൻ ജ്വല്ലറിക്കാരുമായിട്ട് നമ്മുടെ ജ്വല്ലറി ശത്രുതയിലാവും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. കുഴപ്പമില്ല, അനുഭവിക്കട്ടെ എല്ലാവരും. നമ്മളെ ഇവിടെ നമ്മുടെ ജ്വല്ലറിയിൽ അംഗീകരിക്കാത്തിടത്തോളം കാലം അത് നമ്മളുടെ ജ്വല്ലറി ആയിട്ട് നമ്മളും കാണേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇനിയും എനിക്ക് അതുപോലുള്ള പരസ്യങ്ങൾ കിട്ടിയാൽ ഞാൻ പോകുമെന്ന് പറയാം. അപ്പോഴേക്കും അബിയും പറഞ്ഞു കൊടുക്കുക, ശരിയാ, നീയും അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം, എന്നാലേ താഴെയുള്ളവരെല്ലാവരും പഠിക്കുകയുള്ളൂ. കാരണമേ നമ്മളെ അവർ വെറും ഈ വീട്ടിൽ നമ്മളെപ്പോലെ 2-3 പേരുണ്ടെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ലെന്ന് പറയാം. അപ്പം നവ്യം പറയേ, ശരിയാ, ഇപ്പം നയനയ്ക്ക് നല്ല വിഷമമുണ്ട് ആദർശ് അവിടെ ജയിലിൽ കിടക്കുന്നതിന്. വിഷമിക്കട്ടെ, ഞാനും കുറച്ചൊക്കെ വിഷമിച്ചതാ. അവരുടെയൊക്കെ കാല് പിടിച്ചപ്പോഴും എന്നെ പരിഹസിച്ചാട്ടി വിടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നിൽക്കുക. അതേസമയം ജലജ അങ്ങോട്ട് വരും. എന്നിട്ട് ജലജ ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇവിടുത്തെ കാര്യങ്ങൾ പറയായിരുന്നു, ആദർശിന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്ന് ഇവള് പറയായിരുന്നെന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയാം, ദേ അവന്തിക മോള് വരുന്നുണ്ട്. ആദർശ് ജയിലിൽ കിടക്കോ കിടക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും അവന്തിക മോള് വന്നു കഴിയുമ്പം നമുക്കൊരു ബലമാകുമെന്ന് പറയുമ്പം അബി പറയുക, രക്ഷപ്പെട്ടു, അവളും കൂടെ വന്നാൽ എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കാൻ ഒരാളും കൂടെ ആയല്ലോ. അപ്പോഴേക്കും ജലജയും പറയാം, ശരിയാ, മോളിങ്ങ് വന്നിട്ട് വേണം ചില കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ. അവൾക്കും ഈ വീട്ടിൽ ഈ സ്വത്തിനൊക്കെ അവകാശമുണ്ട്. ഇനിയിപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും നല്ല നിലയിലൊന്ന് വിവാഹം കഴിച്ച് വിടണം, എവിടെയെങ്കിലും ഒരു നല്ല വീട്ടിലേക്ക്, നമ്മളെക്കാളും വലിയ കോടീശ്വരന്മാരുടെ അടുത്തേക്ക് വേണം വിവാഹം കഴിച്ച് വിടാൻ. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പണം ആവശ്യമാണ്, അത് ചോദിച്ച് മേടിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അബി പറയുക, ശരിയാ, ഇനിയിപ്പോൾ അങ്ങനെയും കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടല്ലോ, അവന്തിക ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ്. അതേസമയം അവന്തികയുടെ മനസ്സിൽ ആദർശിനെ വച്ചിട്ട് തന്നെയാണ് വരുന്നത്.
അപ്പോൾ അവന്തിക വരുമ്പോൾ തന്നെ ജലജയും അഭിയുമായിട്ട് സംസാരിക്കുക. അപ്പോൾ മോളെ അവന്തിക നീ വന്നോന്നൊക്കെ ചോദിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവർ. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ആഹാ അവന്തിക മോള് വന്നല്ലോ, പഠനമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്, ഇനിയിപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ എന്തെങ്കിലും നല്ല ഒരു പൊസിഷനിലൊക്കെ ഇരിക്കാമെന്ന് പറയുമ്പോൾ അവന്തിക പറയാം, അയ്യോ അത് വേണ്ട മുത്തശ്ശ, എനിക്ക് അങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ ദേ എൻ്റെ ചേട്ടൻ അബിയെ അവിടുന്ന് പുറത്താക്കിയില്ലേ, അവനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ, ഞാനും ഇപ്പോൾ ഇനിയിപ്പം ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയ നിങ്ങളെല്ലാവരും കൂടെ ഞാനും മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ജയിലിൽ ഇടുമായിരിക്കുമല്ലോ. എന്തായാലും എൻ്റെ അമ്മയോടുള്ള നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയല്ലേ മുത്തശ്ശ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയാം, മോളെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്, ഞങ്ങൾ മോളോട് അങ്ങനെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ, നമ്മുടെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ നിങ്ങളൊക്കെയല്ലേ നോക്കണ്ടോ എന്ന് പറയുമ്പോൾ ജലജ പറയാം, വേണ്ട വേണ്ട, എൻ്റെ മോൾ ഈ ജ്വല്ലറിയിലെ കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കണ്ട, ഒരുത്തൻ നോക്കിയതിൻ്റെ കിട്ടി, ഇനിയിപ്പം എൻ്റെ മോള് ഏതെങ്കിലും നല്ല കമ്പനിയിൽ കയറിയതിന് ശേഷം അവളുടെ വിവാഹം നടത്തി കൊടുക്കണം, നമ്മളെക്കാളും നല്ല നിലയും വിലയുള്ള ഒരു കൂട്ടരെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച് വിടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണം. അപ്പം മുത്തശ്ശന് പറയുന്നുണ്ട്, ശരിയാ, അവന്തിക മോൾക്കും വിവാഹപ്രായമൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ജോലിയുടെ കാര്യമോ പ്രൊഫഷൻ്റെ കാര്യമോ ഒന്നും പറയണ്ട, ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ കയറിയിട്ട് അവന്തിക മോൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്ന് പറയണം. അപ്പം ജലജ പറയാം, അങ്ങനെ ഇഷ്ടമുള്ളവരെ ഒന്നും വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണമുള്ള ഒരു കൂട്ടരെ വിവാഹം കഴിക്കണം, അതിന് അതേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുമ്പം അബി ചോദിക്കുന്നുണ്ട്, അതിന് നമ്മുടെ കയ്യിൽ എവിടുന്ന അമ്മയെ പണം, അത് നമ്മുടെ ഒരു അന്തസ്സിനൊക്കെ ചേർന്നവരെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്, അതിന് അമ്മയുടെ കയ്യിലോ എൻ്റെ കയ്യിലോ എന്തെങ്കിലും ഉണ്ടോ, അനന്തപുരി ജീവിക്കുന്നതെന്നല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും സ്വത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജ്വല്ലറിയിൽ എന്തെങ്കിലും സ്ഥാനമോ നമുക്കുണ്ടോ, അല്ല എനിക്കെന്തെങ്കിലും വരുമാനം ഉണ്ടോ, ഒരു ശമ്പളം പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇവളെ നമ്മൾ അത്രയും വലിയിടത്തേക്ക് വിവാഹം കഴിച്ച് വിടുക. അപ്പോഴേക്കും ജലജ പറയാം, പിന്നെ അതിനല്ലേ ഇവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അച്ഛനോടും അമ്മയോടും ഇക്കാര്യം ഞാൻ പറഞ്ഞത്, അവന്തികളുടെ മോളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തണം, നമ്മുടെ നിലയ്ക്കൊത്ത ഒരാൾക്കാരെ കണ്ടുപിടിച്ച് തന്നെ നടത്തണം എന്ന് പറഞ്ഞത് അതാ, അവൾക്കും ഈ വീട്ടിലെ സ്വത്തിന് അവകാശമുണ്ടല്ലോ. അപ്പം മുത്തശ്ശൻ പറയാ, അവകാശം ഇല്ലെന്ന് വല്ലതും ഞങ്ങൾ പറഞ്ഞോ ജലജെ, അവന്തിക മോൾക്ക് നല്ല വിവാഹാലോചന വരുമ്പം എല്ലാ രീതിയിലും നല്ലതായിട്ട് തന്നെ നമ്മുടെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ തന്നെ അത് നടത്തി തരും. ഇപ്പോൾ നമ്മൾ അതല്ലല്ലോ സംസാരിക്കേണ്ടത്, ആദർശാണെങ്കിൽ ദുബായിൽ ജയിലിലാണല്ലേ, അവൻ്റെ റിലീസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ട്, അവൻ തിരിച്ചിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാമെന്ന് പറയാം. അതേസമയം അവന്തികയുടെ മനസ്സിൽ ആദർശുണ്ട്. അവന്തിക ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആദർശിനെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ നയന എന്ന് പറയുന്നവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ ആദർശിൻ്റെ ജീവിതത്തിലേക്ക് കയറായിരുന്നു, പിന്നെ അനന്തപുരിയിലെ റാണിയായിട്ട് വാഴായിരുന്നു, മഹാറാണിയായിട്ട്, എൻ്റെ അമ്മയ്ക്കോ അതുപോലെ അബിക്കോ ഒന്നും ഇവിടുന്ന് പിന്നെ ഇറങ്ങിപ്പോയേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടെ പ്ലാൻ ചെയ്യാണ് കേട്ടോ, അബിയും ജലജയും അവന്തികയും കൂടെ പ്ലാൻ ചെയ്യുക. അപ്പം അവന്തിക പറയുന്നുണ്ട്, ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ, ആദർശനെ അങ്ങ് വളച്ചെടുത്താലോ എന്ന്. അപ്പം ജലജ ചോദിക്കുക, എന്താ നീ പറയുന്നത്, അവനെ വളച്ചെടുക്കാനോ, അവനിപ്പം 2 പിള്ളേർ, ഒരെണ്ണം ആ ചന്തുമോള് വിഹിതത്തിലുണ്ടായത്, രണ്ടാമത്തത് ദേ ഇപ്പം നയനയുടെ വയറ്റിൽ കിടക്കുന്നത്, ഈ 2 കുഞ്ഞുങ്ങളുള്ള അവനെ നീ വളച്ചെടുക്കാനോ, അതൊന്നും വേണ്ട. അപ്പോഴേക്കും അവന്തിക്ക് പറയാം, അതല്ലമ്മേ, ആ ചന്തുമോളുടെ അമ്മ അവൾ ചാകാറായി കിടക്കല്ലേ, ദേ ഈ നയന അവളെ അങ്ങ് ഇല്ലാതാക്കിയാലോ, ആ കുഞ്ഞുൾപ്പെടെ, അവളെ വേണ്ടെന്ന് വയ്ക്കുന്ന ആദർശ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദർശൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റും, പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല, അനന്തപുരിയിലെ മഹാറാണിയായിട്ട് ഞാൻ വാഴുകയും ചെയ്യും, അമ്മയ്ക്കും ഏട്ടനും ഒന്നും ഈ വീട് വിട്ട് ഒരിക്കലും പോകേണ്ടി വരില്ല, ഇവിടെ സർവ്വ അധികാരവും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ നയനെ എങ്ങനെ ആദർശിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും, അവൾ ഒരിക്കലും ഒഴിവാകില്ല, ഉടുമ്പ് പിടിച്ച പോലെ അവൾ പിടിച്ചിരിക്കല്ലേ, അതുമല്ല അവനും അവളില്ലാതെ പറ്റില്ല, നിന്നെ അവൻ്റെ ഭാര്യയായിട്ടൊന്നും അവൻ കാണാൻ പോകുന്നില്ലെന്ന് പറയുക. അപ്പോൾ ജലജ പറയാം, അതെന്താ അവൻ കണ്ടാൽ, മോളെ നീ ഒന്ന് ശ്രമിച്ചു നോക്കടി, നീ അവനെ വളച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വളച്ചെടുക്ക്, നയനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്ന് പറയാം. അപ്പോൾ അവന്തികയും പറയാം, ശരിയാ, ഇതാ നല്ല അവസരം, പക്ഷെ അതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ആദർശേട്ടനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണം. അപ്പോൾ ജലജ പറയാം, നീ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മതി, അതൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് ദുബായിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ AM ജ്വല്ലറിക്കാർ അവിടെയുള്ള ശത്രുക്കളും എല്ലാം കൂടി പ്ലാൻ ചെയ്യുക ആദർശിനെ തീർക്കാൻ.
അങ്ങനെ അബിയെ വിളിച്ചിട്ട് ജ്വല്ലറിക്കാർ പറയുന്നുണ്ട്, ദേ ആദർശ് എത്തുകയാണല്ലേ എന്ന് ചോദിക്കുക അടുത്ത ദിവസം. അപ്പോൾ അബി പറഞ്ഞു കൊടുക്കുകയാണ്, ശരിയാണ്, അടുത്ത ദിവസം രാത്രിയിൽ ആദർശ് വരുന്നുണ്ട്, അവനെ കൂട്ടിക്കൊണ്ടുവരാൻ അവൻ്റെ ഭാര്യ നയനയും പോകുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുക, ഓ അവളും ഉണ്ടോ, എന്നാൽ പിന്നെ അവളുടെ ജീവനും കൂടി അങ്ങ് തീർത്തേക്കാം, വരുന്ന വഴി തന്നെ ആദർശിനെ തീർക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയാണ്. അപ്പോൾ അബി പറയുക, അയ്യോ അവനെ തീർക്കണോ, കയ്യോ കാലോ ഒക്കെ ഒടിച്ചിട്ടാൽ പോരെയെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞങ്ങളൊരു ആക്സിഡൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചെന്നിരിക്കും, ഈ പറയുന്ന ആദർശം മരിച്ചെന്നിരിക്കും, അതിന് നിങ്ങൾക്ക് എന്താ, ഇനിയിപ്പോൾ എന്താ സോഫ്റ്റ് കോർണർന്ന് അബിയോട് ചോദിക്കുമ്പോൾ അബി പറയും, എനിക്കങ്ങനെയൊന്നുമില്ല, അവൻ മരിച്ചാലും എനിക്ക് നല്ലത് തന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇത് പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശും നയനയും കൂടെ ദുബായിൽ ആദർശ് വരുമ്പോൾ സ്വീകരിക്കാൻ നയനയും കൂടി പോയിട്ട് രണ്ടുപേരൂടെ ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചു പോരുന്ന വഴി ഇവരുടെ കാറിനെ ഒരു ട്രക്ക് വന്നിടിക്കുകയാണ്. ട്രക്ക് വന്നിടിച്ച് നയനയുടെ ബോധവും പോവുകയാണ്, ആദർശിൻ്റെ ബോധവും പോവുകയാണ്, ഒന്നും പിന്നെ ഓർമ്മയില്ല നയനയ്ക്കും. അങ്ങനെ ആദർശും നയനയും വഴിയിലാകുകയാണ്. നയനയെ ആരൊക്കെയോ കൂടി ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് കേട്ടോ. നയന ഹോസ്പിറ്റലിൽ കിടക്കുക, വലിയ സാരമായ പരിക്കുകളൊന്നും നയനയ്ക്കില്ല. അതേസമയം ആദർശിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് ആദർശ് മരിച്ചോന്നോ, എവിടേക്കാണ് പോയതെന്നോ, ഏത് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയതെന്നോ എന്നോ ഒരു വിവരവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ആദർശിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ആദർശിന് എന്ത് പറ്റി എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ചൊക്കെ നടക്കുമ്പം എങ്ങും ഒരു ഹോസ്പിറ്റലിൽ നിന്നും ആദർശിൻ്റെ വിവരം കിട്ടുന്നില്ല. അതേസമയം നമ്മുടെ അവന്തിക കണ്ടെത്തുകയാണ് ആദർശിനെ ഒരു ഹോസ്പിറ്റലിൽ. അവന്തിക ആദർശിനെ കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇയാൾക്ക് ഓർമ്മയില്ല, തലക്കേറ്റ ഒരു ഇഞ്ചുറി കാരണം താൽക്കാലികമായിട്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, പഴയ കാര്യങ്ങളൊന്നും ഇയാൾ ഓർമ്മിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അവന്തികയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ലോട്ടറി അടിച്ച പോലൊരു സംഭവമായി. അവന്തിക ചെന്നിട്ട് ശരിക്കും ആദർശിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ്, ഇല്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാണ്. അപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ആദർശേട്ടന് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുക. ഇല്ല എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ആദർശിൻ്റെ ഒരു മെമ്മറി പകുതി അങ്ങ് മറഞ്ഞ പോലൊരു അവസ്ഥയിലാണ്. ആദ്യമേ തൊട്ട് പിന്നെ ഇനി എല്ലാം ഓർമ്മിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക് ആദർശായിരിക്കുകയാണ്. അപ്പോൾ അവന്തിക മനസ്സിൽ വിചാരിക്കുക, ഇതൊരു നല്ല അവസരമാണ്, ആദർശിനെ ആരും അറിയാതെ തൽക്കാലം എങ്ങോട്ടെങ്കിലും വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, അവിടെ ജീവിക്കട്ടെ, ജീവിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരും, എൻ്റെ കൂടെ ജീവിക്കും, നയനെ പൂർണ്ണമായിട്ടും ആദർശേട്ടൻ മറന്നു പോകും, പുതിയൊരു ജീവിതം എൻ്റെ ഒപ്പം തുടങ്ങും എന്നൊക്കെ വിചാരിക്കണം. അങ്ങനെ അവന്തിക മാറ്റുകയാണ് കേട്ടോ വേറൊരു സ്ഥലത്തേക്ക് ആദർശിനെ. അപ്പോൾ ആദർശ് ഫുള്ള് പഴയ കാര്യങ്ങളെല്ലാം ബ്ലാങ്കാണ്, ഒന്നും ഓർമ്മയില്ല. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ അവന്തിക പറയുന്നുണ്ട്, അതെ ആദർശേട്ടൻ എന്താണ് ജീവിതം എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പറയാം, ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഓർക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യയാണ്, അവന്തികയാണെന്ന് പറയാണ്. അപ്പോഴും ആദർശ് അതൊന്നും ഓർക്കുന്നില്ല കേട്ടോ. അതേസമയം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ എല്ലാവരും ആദർശിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് ആരും ഇല്ലാത്ത പ്രദേശത്ത് ആക്സിഡൻറ്റ് വണ്ടി കൊക്കയിലേക്ക് പോയപ്പോൾ ആദർശ് മരിച്ചു എന്നാണ് അങ്ങ് പറയാണ്. ബോഡി പോലും കിട്ടിയിട്ടില്ല, ഏതെങ്കിലും വന്യമൃഗങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്ന് പറയാം. അങ്ങനെ ഇത്രയും ദിവസമായിട്ട് വിവരമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മരിച്ചതായിട്ട് കണക്ക് കൂട്ടി വീട്ടിൽ ആ ചടങ്ങുകളൊക്കെ നടത്താമെന്ന് പറയാണ്. അപ്പോഴേക്കും നയനയോട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നയനയോട് വന്ന് പറയുന്നുണ്ട്, ആദർശിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല, അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല, നയനയ്ക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ഓർക്കുന്നില്ല ആ സമയത്ത് എന്ന് പറയാണ്. അപ്പം എല്ലാവരും പറയാണ് കേട്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താം, ആദർശ് മരിച്ചതായിട്ട് കൂട്ടി ബലികർമ്മങ്ങളും അതുപോലുള്ള ചടങ്ങുകളും ഒക്കെ അങ്ങ് നടത്താം, അല്ലാതെ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പം നയനെ അങ്ങ് സമ്മതിക്കുന്നില്ലേ. അപ്പോഴേക്കും ജലജ അബി അവന്തികയെ എല്ലാവരും പറയുന്നുണ്ട്, ശരിയാ അതങ്ങ് നടത്ത്, ഇനിയിപ്പോൾ എവിടെയും കാണില്ല, നയനെ സമ്മതിക്കാതിരുന്നിട്ട് എന്താ കാര്യം, സത്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്താതിരുന്നാൽ അത് ആദർശൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല, അതുകൊണ്ട് അതൊക്കെ അങ്ങ് നടത്താമെന്ന് പറയാം. നയന് ഒരു വിധത്തിലും നയനെ സമ്മതിക്കുന്നില്ല. ഇല്ല ആദർശേട്ടൻ മരിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ആദർശേട്ടൻ മരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ജീവനോടെ കാണും, ആദർശേട്ടൻ തിരിച്ചു വരിക തന്നെ ചെയ്യും, അതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് തീർത്തു പറയുക. അപ്പം മുത്തശ്ശനും തീരുമാനിക്കാം, വേണ്ട അങ്ങനൊരു ചടങ്ങ് നടത്തണ്ട, ആദർശ് മരിച്ചിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും കാണും, തിരിച്ചു വരുമെന്ന്. അതേസമയം
അവന്തികയാണെങ്കിൽ ആദർശിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആദർശിൻ്റെ കൂടെ നടക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ കുറേ സംഭവങ്ങൾ കിടക്കുകയാണ് കേട്ടോ. നയനയെ മറന്നൊക്കെ പോകുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. പിന്നെ ആ ഓർമ്മശക്തിയൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ടേ. അത് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാവേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്